Assalamualaikum. Good morning, my dear students. Welcome back to our English class. Okay. Now we are going to take a new topic. Didi, written by Shaheen Mistry. Then there are people who are daring enough to go to any extent to pursue their dreams. Then in the last class we discussed about our dream, and to fulfill our dream we work hard to fulfill our dream. അപ്പോൾ സ്വപ്നം കാണാനും ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് യു ഷുഡ് ടേക്ക് റിസ്ക്, നിങ്ങൾ റിസ്ക് എടുക്കണം എന്നാണ് നമ്മളോട് ആര് പറഞ്ഞത്? ഇർഫാൻ ആലം പറഞ്ഞത് അല്ലേ. അപ്പോൾ ഹിയർ there are people who are daring enough to go to any extent to pursue their dreams. അപ്പോൾ ആളുകൾ എന്താണ്, അവരുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. there are people who are daring enough to go to any extent, ഏതറ്റം വരെ പോവാനും, to pursue their dream, അവരുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും എന്ത് റിസ്ക്കും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഉണ്ട്. ഫോർ ദം സക്സസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ മണി ആൻഡ് പോപ്പുലാരിറ്റി. ഫോർ ദം, അങ്ങനെയുള്ള ആളുകൾക്ക് സക്സസ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മണി ഓർ പോപ്പുലാരിറ്റി. സക്സസ് എന്ന് പറയുന്നത് എന്തല്ല, അബൌട്ട് മണി, പണം, ഓർ പോപ്പുലാരിറ്റി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ ജനശ്രദ്ധ നേടിയെടുക്കുക, ഇതൊന്നുമല്ല അവർക്ക് സക്സസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സംതിങ് ബിയോണ്ട് ദിസ്. ഇതിനും അപ്പുറം, പണം ഉണ്ടാക്കുന്നതിനും അപ്പുറം അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ പ്രശസ്തി നേടുന്നതിനും അപ്പുറം ഒന്നാണ് അവർക്ക് സക്സസ് എന്ന് പറയുന്നത്. മെനി യങ് പീപ്പിൾ ആർ ഇൻ ടു സോഷ്യൽ എൻ്റർപ്രൈസസ് വിച്ച് ഡിമാൻഡ് എ ലോട്ട് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഹാർഡ് വർക്ക്. മെനി യങ് പീപ്പിൾ, ഒരുപാട് ചെറുപ്പക്കാരായ ആളുകൾ, ആർ ഇൻ ടു സോഷ്യൽ എൻ്റർപ്രൈസസ്, സോഷ്യൽ എൻ്റർപ്രൈസസിലേക്ക് കടന്നു വരുന്നുണ്ട്. വിച്ച് ഡിമാൻഡ് എ ലോട്ട് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഹാർഡ് വർക്ക്, ഒരുപാട് ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റൊക്കെ ഡിമാൻഡ് ചെയ്തിട്ട്. ദേ റീച്ച് ഔട്ട് ടു ദ കമ്മ്യൂണിറ്റി ഇൻ ദെയർ ഓൺ വേ. അവർ ഈ ഇത്തരം സമൂഹത്തിന് പുറത്തേക്ക് അവർ വരുന്നത് ഇൻ ദെയർ ഓൺ വേ, അവരുടെ സ്വന്തമായിട്ടുള്ള വഴിയിലൂടെയാണ്. ആൻഡ് ട്രൈ ടു മേക്ക് എ ഡിഫറൻസ്. അതുപോലെ വ്യത്യസ്തങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വ്യത്യസ്തതകൾ ഉണ്ടാക്കാൻ അവർ ട്രൈ ചെയ്യാറുണ്ട്. അവരുടേതായ രീതിയിലുള്ള വ്യത്യസ്തതകൾ പുലർത്താൻ അവർ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡിഫറൻസസിന് അവർ ശ്രമിക്കാറുണ്ട്. ഫോർ ദം, അങ്ങനെയുള്ളവർക്ക് സക്സസ് മീൻസ് ഹാപ്പിനെസ് ഫോർ ദംസെൽസ് ആൻഡ് ഫോർ അതേഴ്സ്. അവരുടെ സക്സസ് എന്ന് പറയുന്നത്, അവർക്ക് സക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഹാപ്പിനെസ് ഫോർ ദംസെൽസ്, അവരുടെ തന്നെ സന്തോഷം, അല്ലെങ്കിൽ ഫോർ അതേഴ്സ്, മറ്റുള്ളവരുടെ സന്തോഷവും അവരുടെ സന്തോഷവുമാണ് അവരുടെ സക്സസ്, വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വിജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ വിജയം കൊണ്ട് അർത്ഥമാക്കുന്നത് അവരുടെയും മറ്റുള്ളവരുടെയും സന്തോഷത്തെയാണ് അവർ വിജയം കൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലാതെ എന്തല്ല, മണി ഓർ പോപ്പുലാരിറ്റി അല്ല. ദ ഫോളോവിങ് എക്സ്ട്രാക്ട് ഈസ് ട്രൂ സ്റ്റോറി ഓഫ് എ ഗേൾ. താഴെ പറയുന്ന എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് ട്രൂ സ്റ്റോറി ഓഫ് എ ഗേൾ, ഒരു പെൺകുട്ടിയുടെ യഥാർത്ഥ കഥയാണ്. ആസ് നറേറ്റഡ് ബൈ ഹെർ, അവൾ തന്നെ പറയുന്ന ഒരു കഥയാണ്. റീഡ് ഓൺ, നമുക്ക് വായിക്കാം. ഓക്കെ, ദ നെയിം ഓഫ് ദ സ്റ്റോറി ദീദി, റിട്ടൺ ബൈ ഷഹീൻ മിസ്ട്രി. I reached to touch a rainbow today. I reached up, I so high, and yet as I reached up, I could not touch the sky. I will reach to touch a rainbow again. I will reach up higher than high, and if I reach up high enough, I just may skim the sky. I reached to touch a rainbow today. I reached to touch a rainbow today. ഞാൻ എത്തിച്ചേർന്നു. ടു ടച്ച് എ റെയിൻബോ ടുഡേ, ഇന്ന് ഒരു റെയിൻബോയെ ടച്ച് ചെയ്യാൻ. ഐ റീച്ച്ഡ് അപ്പ് ഹൈ, ഞാൻ ഉയരത്തിലേക്ക് സോ ഹൈ എത്തി. ആൻഡ് അറ്റ് ആസ് ഐ റീച്ച്ഡ് അപ്പ് ഐ കുഡ് നോട്ട് ടച്ച് ദ സ്കൈ, ഞാൻ എത്രത്തോളം ഉയരത്തിലെത്തി. ആസ് ഐ റീച്ച്ഡ് അപ്പ്, ഞാൻ ഉയരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. എത്രമാത്രം ഞാൻ ഉയരത്തിലേക്ക് എത്തിയോ അത്രയും ഐ കുഡ് നോട്ട് ടച്ച് ദ സ്കൈ, എനിക്ക് ആകാശത്തെ തൊടാൻ കഴിഞ്ഞില്ല.
ഐ വിൽ റീച്ച് ടു ടച്ച് എ റെയിൻബോ അഗെയിൻ. ഐ വിൽ റീച്ച് ഞാൻ എത്തും. ടു ടച്ച് എ റെയിൻബോ അഗെയിൻ വീണ്ടും ഞാൻ എത്തും ആ റെയിൻബോയെ തൊടാൻ വേണ്ടിയിട്ട്. ഐ വിൽ റീച്ച് അപ്പ് ഹയർ ദാൻ ഹൈ ഞാൻ എന്ത് ചെയ്യും ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് എത്തും. ആൻഡ് ഇഫ് ഐ റീച്ച് അപ്പ് ഹൈ ഇനഫ് ഐ ജസ്റ്റ് മേ സ്കിം ദ സ്കൈ. ഓക്കെ, ദെൻ നെക്സ്റ്റ് we can go through the paragraph. I remember sitting on the white veranda of our Indonesian home, writing letter, poems and notes in a carefully guarded diary. I remember ഞാൻ ഓർക്കുന്നു sitting on the white veranda of our Indonesian home. ഈ ഇന്തോനേഷ്യയിലെ ഈ വീട്ടിലെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് ഈ വൈഡ് വരാന്തയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഓർക്കുകയാണ്. റൈറ്റിംഗ് ലിറ്റിൽ പോയംസ് ആൻഡ് നോട്ട്സ് ഇൻ കെയർഫുള്ളി ഗാർഡഡ് ഡയറി. എൻ്റെ ഡയറിയിൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ചെറിയ പോയംസും നോട്ട്സുമൊക്കെ എഴുതി വെക്കുന്നതിനെക്കുറിച്ച്. ഐ വുഡ് സിറ്റ് ആൻഡ് വാച്ച് ലിറ്റിൽ ആൻഡ്സ് ക്യാരി ലാർജ് ലോഡ്സ് ഡിറ്റർമൈൻഡ് ടു ഗെറ്റ് ടു ദെയർ ഡെസ്റ്റിനേഷൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഐ വുഡ് സിറ്റ് ആൻഡ് വാച്ച് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു നിരീക്ഷിക്കുമായിരുന്നു. ലിറ്റിൽ ആൻഡ്സ് ചെറിയ ഉറുമ്പുകൾ, ക്യാരി വഹിച്ചു കൊണ്ടുപോകുന്നത്, ലാർജ് ലോഡ്സ് അപ്പോൾ വലിയ ഭാരങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്ന ആ ചെറിയ ഉറുമ്പുകളെ ഞാൻ നിരീക്ഷിക്കാറുണ്ടായിരുന്നു. ഡിറ്റർമൈൻഡ് അത് ടു ഗെറ്റ് ടു ദെയർ ഡെസ്റ്റിനേഷൻ അവരെവിടേക്കാണ് ഡിറ്റർമൈൻ ചെയ്ത് പോകുന്നത്? ദെയർ ഡെസ്റ്റിനേഷൻ അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ ആ വലിയ ഭാരവും വഹിച്ച് പോകുന്ന ഉറുമ്പുകളെ ഞാൻ നിരീക്ഷിക്കാറുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ചിന്തിച്ചത് വാട്ട് വാസ് മൈ ഡെസ്റ്റിനി എന്താണ് എൻ്റെ ഡെസ്റ്റിനേഷൻ, എൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഐ വാസ് ഓൾറെഡി 12 years old. എനിക്കിപ്പോൾ എത്ര വയസ്സായിട്ടുണ്ട്? 12 വയസ്സായിട്ടുണ്ട്. ബട്ട് വാട്ട് ഹാഡ് ഐ അച്ചീവ്ഡ് ഞാൻ എന്താണ് നേടിയത്? അപ്പോൾ 12ാമത്തെ വയസ്സിലാണ് ഷഹീൻ മിസ്ട്രി എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ചിന്തിക്കുന്നത്. എന്ത് ചിന്തിക്കുന്നത്? വാട്ട് വാസ് മൈ ഡെസ്റ്റിനി എൻ്റെ ലക്ഷ്യം എന്താണ്, എവിടെയാണ് എൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഡെസ്റ്റിനി, ഞാൻ എവിടെയാണ് എത്തിച്ചേരേണ്ടത്? ഐ വാസ് ഓൾറെഡി 12 years old. ഞാനിപ്പോൾ 12 വയസ്സ് ആയി, 12 വർഷം എൻ്റെ ജീവിതത്തിൽ കടന്നുപോയി. ബട്ട് വാട്ട് ഐ അച്ചീവ്ഡ് ഞാൻ എന്താണ് എൻ്റെ ഈ 12 വർഷ ജീവിതത്തിനിടയിൽ ഞാൻ നേടിയത് എന്ന് ഞാൻ ചിന്തിച്ചു ആ സമയത്ത്. Then next paragraph. It was 1983. We lived in Jakarta in a lovely white colonial home on a street that was quiet. Then it was 1983. 1983. We lived in Jakarta. എവിടെയാണ് ജീവിച്ചിരുന്നത്? യെസ്, ജക്കാർത്തയിൽ. അവിടെ എങ്ങനെയായിരുന്നു? ഇൻ എ ലവ്ലി വൈറ്റ് കൊളോണിയൽ ഹോം ഓൺ എ സ്ട്രീറ്റ് ദാറ്റ് വാസ് ക്വൈറ്റ്. വളരെ ശാന്തമായിട്ടുള്ള ഒരു വൈറ്റ് കൊളോണിയൽ ഹോമിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഇറ്റ് വാസ് എ പ്ലസൻറ്റ്, വളരെ പ്ലസൻ്റ് ആയിരുന്നു. ആൾമോസ്റ്റ് പെർഫെക്റ്റ് ലൈഫ്, നല്ല ശാന്തമായിട്ടുള്ള പെർഫെക്റ്റ് ലൈഫായിരുന്നു. അൻഡിൽ ദ ഡേ ഐ വാസ് ടേക്കൺ ടു വിസിറ്റ് ആൻ ഓർഫനേജ് ഇൻ ദ സിറ്റി. അപ്പോൾ ഞാൻ ജീവിച്ചിരുന്ന ജക്കാർത്തയിലുള്ള ആ ഒരു വീടെന്ന് പറയുന്നത് വളരെ ലവ്ലി ആയിരുന്നു, വളരെ ശാന്തമായിട്ടുള്ള ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ലൈഫായിരുന്നു. ഏതുവരെ? അൻഡിൽ ദ ഡേ, ആ ദിവസം വരെ. ഐ വാസ് ടേക്കൺ ടു വിസിറ്റ് ആൻ ഓർഫനേജ് ഇൻ ദ സിറ്റി, ആ സിറ്റിയിലെ ഒരു ഓർഫനേജ് വിസിറ്റ് ചെയ്യുന്നത് വരെ ഞാൻ ജീവിച്ചിരുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് വളരെ പെർഫെക്റ്റ് ആയിരുന്നു, വളരെ ക്വൈറ്റ് ആൻഡ് ലവ്ലി പ്ലേസ് ആയിരുന്നു. ഞാൻ അതുവരെ ജീവിച്ചത് വളരെ പെർഫെക്റ്റ് ലൈഫിലാണ് ഞാൻ ജീവിച്ചത്. ഏതുവരെ? ടിൽ ഐ വാസ് ടേക്കൺ ടു വിസിറ്റ് ആൻ ഓർഫനേജ് ഇൻ ദ സിറ്റി, ആ സിറ്റിയിലെ ഒരു ഓർഫനേജ് സന്ദർശിക്കുന്നത് വരെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. I do not remember how the orphanage looked, but I vividly remember the children. I do not remember, എനിക്ക് ഓർമ്മയില്ല. how the orphanage looked, ആ ഓർഫനേജ് കാണാൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ഐ വിവിഡ്ലി റിമെമ്പർ, ഞാൻ വ്യക്തമായിട്ട് വളരെ ക്ലിയറായിട്ട്, വിവിഡ്ലി വളരെ ക്ലിയറായിട്ട് ഐ റിമെമ്പർ ദം ചിൽഡ്രൻ, പക്ഷേ ആ കുട്ടികളെ ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നു. ആ ഓർഫനേജ് എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ആ ഓർഫനേജിലെ കുട്ടികളെ ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നു. എങ്ങനെയായിരുന്നു ആ കുട്ടികൾ? ഐ സോ, ഞാൻ അവിടെ കണ്ടു. ക്രൈയിങ് ചിൽഡ്രൻ, കരയുന്ന കുട്ടികളെ. ഐ സോ
ക്രൈയിങ് ചിൽഡ്രൻ, ലോഫിങ് ചിൽഡ്രൻ, ക്വയറ്റ് ചിൽഡ്രൻ. ഞാൻ അവിടെ കണ്ടത് ക്രൈയിങ് ചിൽഡ്രൻ കരയുന്ന കുട്ടികളെ, ലോഫിങ് ചിൽഡ്രൻ ചിരിക്കുന്ന കുട്ടികളെ, ക്വയറ്റ് ചിൽഡ്രൻ വളരെ ശാന്തമായ കുട്ടികളെ. പിന്നെയോ സ്ക്രീമിങ് ചിൽഡ്രൻ, സ്ക്രീമിങ് മീൻസ് വിതുമ്പുന്ന കുട്ടികൾ. ഐ റിമെമ്പർ നോട്ട് നോയിങ് വാട്ട് ടു ഡു. ഐ റിമെമ്പർ നോട്ട് നോയിങ് വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. ഐ റിട്ടേൺ ടു ദ ഓർഫനേജ് എവറി വീക്കെൻഡ്. എല്ലാ വീക്കെൻഡിലും ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഓർഫനേജിലേക്ക് പോകാൻ തുടങ്ങി. പെർഹാപ്സ് ഇറ്റ് വാസ് മിയർലി ക്യൂരിയോസിറ്റി or a sense of thankfulness for all that I had, or maybe every child's real desire to learn more about the world. Perhaps it was merely curiosity. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഒരു ക്യൂരിയോസിറ്റിയുടെ രീതിയിൽ, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയുടെ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആകാംക്ഷ അല്ലേ, അവരെക്കുറിച്ച് അറിയാനുള്ള. ആൻഡ് ഓർ എ സെൻസ് ഓഫ് താങ്ക്ഫുൾനെസ്, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ആകാംക്ഷ മൂലം, അല്ലെങ്കിൽ സെൻസ് ഓഫ് താങ്ക്ഫുൾനെസ് ഫോർ ഓൾ ദാറ്റ് ഐ ഹാഡ്, അല്ലെങ്കിൽ എനിക്ക് ഉള്ളതിനെല്ലാം നന്ദി പറയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഓർ മേ ബി എവറി ചൈൽഡ്സ് റിയൽ ഡിസയർ, ഒന്നുകിൽ എന്തായിരിക്കാം എവറി ചൈൽഡ്സ് റിയൽ ഡിസയർ, എല്ലാ കുട്ടികളുടെയും യഥാർത്ഥ ആഗ്രഹം ടു ലേൺ പഠിക്കാൻ, മോർ അബൌട്ട് ദ വേൾഡ്, ലോകത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ, ആ ലോകത്തിലുള്ള കുട്ടികളുടെ യഥാർത്ഥ ആഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ. ഇങ്ങനെയുള്ള എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞാൻ ആ ഓർഫനേജിൽ എല്ലാ വീക്കെൻഡിലും പോകാൻ തുടങ്ങി. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? ഒന്നുകിൽ ഒരു മിയർലി ക്യൂരിയോസിറ്റി ഓർ സെൻസ് ഓഫ് താങ്ക്ഫുൾനെസ് ഫോർ ദാറ്റ് ഐ ഹാഡ്, ഓർ മേ ബി എവറി ചൈൽഡ്സ് റിയൽ ഡിസയർ ടു ലേൺ മോർ അബൌട്ട് ദ വേൾഡ്. Next paragraph. My father was a banker who had to move cities. എൻ്റെ അച്ഛൻ, my father was a banker, ഒരു ബാങ്കിലെ ജോലിക്കാരൻ. who had to move cities. അവർ എപ്പോഴും എന്താണ് ഇങ്ങനെ മാറി താമസിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു ഫാമിലി ആയിരുന്നു ഞങ്ങളുടേത്. Growing up was a whirlwind of 10 schools across 5 countries that spanned the French. അപ്പോൾ ഇങ്ങനെ ഞാൻ വളർന്നത്, ഗ്രോവിങ് അപ്പ് വാസ് എ whirlwind of 10 schools. ഞാൻ ഏകദേശം 10 സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് ഈ ഒരു വർഷത്തിനിടക്ക്. അക്രോസ് 5 countries, 5 രാജ്യങ്ങളിലൂടെ. ദാറ്റ് സ്പാൻഡ് ദ ഫ്രഞ്ച്, ബ്രിട്ടീഷ്, അമേരിക്കൻ ആൻഡ് ഇൻ്റർനാഷണൽ സ്കൂൾ സിസ്റ്റംസ്. അങ്ങനെ ഞാൻ 5 രാജ്യങ്ങളിൽ വിവിധ 10 സ്കൂളുകളിലായിട്ടാണ് ഞാൻ ഇതുവരെയുള്ള എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് മൈ ഫാദേഴ്സ് ജോബ്, എൻ്റെ അച്ഛൻ്റെ ജോബ് ബാങ്കറായിരുന്നു. സോ ഹു ഹാഡ് ടു മൂവ് സിറ്റീസ്. അപ്പോൾ സ്ഥലം മാറ്റം വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, മാറി താമസിക്കേണ്ടി വരും. ആ കാരണത്താൽ ഞാൻ 5 രാജ്യങ്ങളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠനം നടത്തിയിട്ടുണ്ട്, ഏകദേശം 10 സ്കൂളിൽ. I began to understand that life was not perfect during my summer vacations. I began to understand, ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി, that life, ആ ജീവിതം എന്ന് പറയും, വാസ് നോട്ട് പെർഫെക്റ്റ്, അതല്ല പെർഫെക്റ്റ് ലൈഫ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴാണ്? ഡ്യൂറിങ് മൈ സമ്മർ വെക്കേഷൻ. എൻ്റെ ഈ സമ്മർ വെക്കേഷനുകളിലാണ് ഞാൻ എൻ്റെ ആ ഒരു ലൈഫല്ല പെർഫെക്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. മൈ സമ്മേഴ്സ് വേർ സ്പെൻഡ് ബിറ്റ്വീൻ ദ ഓർഫനേജ് ഇൻ ജക്കാർത്ത. ഇപ്പോൾ എൻ്റെ സമ്മേഴ്സ് എങ്ങനെയാണ്? വേർ സ്പെൻഡ്, ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ബിറ്റ്വീൻ ദ ഓർഫനേജ് ഇൻ ജക്കാർത്ത. ജക്കാർത്തയിലെ ഈ ഓർഫനേജിലാണ് ഞാൻ എൻ്റെ സമ്മർ സ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ട്രിപ്സ് ബാക്ക് ടു മുംബൈ വേർ ഐ വളണ്ടിയർഡ് അറ്റ് ദ ഹാപ്പി ഹോം ആൻഡ് സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്. ആൻഡ് ട്രിപ്സ് ബാക്ക് ടു മുംബൈയിലേക്ക് പോവാൻ വേർ ഐ വളണ്ടിയർഡ് അറ്റ് ദ ഹാപ്പി ഹോം ആൻഡ് സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്. I remember thinking of the beauty you can create when you look beyond that you can see. The school buzzed with confident children running up and down the staircase or playing cricket on the terrace with a ball that jingled. Then സമ്മേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ട്രിപ്പ് ടു ബാക്ക് ടു മുംബൈയിലേക്ക് പോകണം. വേർ ഐ വളണ്ടിയർഡ് അറ്റ് ദ ഹാപ്പി ഹോം, അവിടെ എൻ്റെ വീടെന്ന് പറയുന്നത് എന്താണ്? ദ ഹാപ്പി ഹോം. ആൻഡ് സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്, സ്കൂൾ എന്ന് പറയുന്നത് ബ്ലൈൻഡിനുള്ള സ്കൂൾ മീൻസ് അതായത് അവർക്ക് അവരുടേതായ ആ ഒരു ചിട്ടവട്ടങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത
അവിടെ അന്ധന്മാർക്കുള്ള സ്കൂൾ എന്നുള്ള അർത്ഥമല്ല. ഐ റിമെമ്പർ തിങ്കിങ് ഓഫ് ദ ബ്യൂട്ടി യു ക്യാൻ ക്രിയേറ്റ് വെൻ യു ലുക്ക് ബിയോണ്ട് വാട്ട് യു ക്യാൻ സീ. ഐ റിമെമ്പർ ഞാൻ ഓർക്കുന്നു, തിങ്കിങ് ഓഫ് ദ ബ്യൂട്ടി മനോഹരതയെ, യു ക്യാൻ ക്രിയേറ്റ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം, വെൻ യു ലുക്ക് ബിയോണ്ട് വാട്ട് യു ക്യാൻ സീ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു മനോഹരതയെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് തന്നെ കഴിയും എന്നാണ് പറയുന്നത്. ദ സ്കൂൾ ബസ്ഡ് വിത്ത് കോൺഫിഡൻസ് ചിൽഡ്രൻ റണ്ണിങ് അപ്പ്. അവിടെ എങ്ങനെയാണ്, ആ സ്കൂൾ എങ്ങനെയാണ്? ദ സ്കൂൾ ബസ്ഡ് വിത്ത് കോൺഫിഡൻസ് ചിൽഡ്രൻ, വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുട്ടികൾ. റണ്ണിങ് അപ്പ് ആൻഡ് ഡൗൺ, മുകളിലേക്കും താഴേക്കും, ദ സ്റ്റെയർ കേസിന് മുകളിലേക്കും താഴേക്കും കയറി ഇറങ്ങുന്നു. പ്ലേയിങ് ക്രിക്കറ്റ് ഓൺ ദ ടെറസിൽ ക്രിക്കറ്റ് കളിക്കുന്നു വിത്ത് എ ബോൾ ദാറ്റ് ജിങ്കിൾഡ്. അതായത് പറയുന്നത് വെച്ചാൽ അവളുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെ സെക്യൂർഡാണ്, വളരെ പെർഫെക്റ്റ് ലൈഫാണ്. അതായത് നല്ല പണക്കാരായ കുട്ടികളുടെ ജീവിതം എന്ന് പറയുന്നത്. വലിയ ഹാപ്പി ഹോം, അതുപോലെ കളിക്കാൻ ടെറസ്, വീട്, അങ്ങനെയൊക്കെയുള്ള. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവൾ ഈ ഓർഫനേജിലെ കുട്ടികളെ കണ്ടപ്പോഴാണ് അവൾ യഥാർത്ഥ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. അതായത് ഞാൻ ഇത്രയും കാലം പഠിച്ചിരുന്നത് ഒരു ബ്ലൈൻഡ് സ്കൂളിലാണ്. അതായത് ചുറ്റും ഉള്ള ഒന്നും ഞാൻ കണ്ടിരുന്നില്ല എന്നാണ് നമ്മുടെ ഷെയ്ൻ മിസ്ട്രി പറയുന്നത്. ഇറ്റ് വാസ് ത്രൂ ദീസ് സമ്മർ എക്സ്പീരിയൻസസ്, ഈ സമ്മർ എക്സ്പീരിയൻസിലൂടെ ഇന്ത്യയിലെ ഈ സമ്മർ എക്സ്പീരിയൻസിലൂടെ ദാറ്റ് ഐ ബിഗാൻ ടു സീ ഇനിക്വിറ്റി, ഞാൻ കാണാൻ തുടങ്ങി. എങ്ങനെ? ഇനിക്വിറ്റി മീൻസ് അൺഫെയർ സർക്കംസ്റ്റാൻസസ്. അതായത് നമുക്ക് ഫെയർ അല്ലാത്ത സാഹചര്യങ്ങൾ. അതായത് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കുറേ സർക്കംസ്റ്റാൻസസ് ഞാൻ കണ്ടത് ഈ സമ്മർ വെക്കേഷനിലാണ്. ഐ വുഡ് ഗോ ഫ്രം എ ഫാമിലി ലഞ്ച് ടു ദ ഡൈനിങ് ഹാൾ അറ്റ് ദ ബ്ലൈൻഡ് സ്കൂൾ. ബ്ലൈൻഡ് സ്കൂളിൽ ഞാൻ എങ്ങനെയായിരുന്നു? ഡൈനിങ് ഹാളിലേക്ക് ഭക്ഷണത്തിന് ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് ഡൈനിങ് ഹാളിലേക്ക് പോകാറായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഐ വുഡ് വാച്ച് ത്രൂ ദ വിൻഡോ ഓഫ് മൈ എയർ കണ്ടീഷൻ കാർ. ഞാൻ വാച്ച് ചെയ്തു ത്രൂ ദ വിൻഡോ ഓഫ് മൈ എയർ കണ്ടീഷൻഡ് കാർ. എൻ്റെ കാറിൻ്റെ എയർ കണ്ടീഷനിൽ ചെയ്തിട്ടുള്ള കാറിലെ വിൻഡോയിലൂടെ ഞാൻ കണ്ടു, ഞാൻ നിരീക്ഷിച്ചു. ആസ് ചിൽഡ്രൻ വുഡ് ബെഗ് ഇൻ ദ സ്ട്രീറ്റ്, കുട്ടികൾ എന്താ ചെയ്യുന്നത്? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ബെഗ് ഇൻ ദ സ്ട്രീറ്റ്, തെരുവുകളിൽ അലയുന്നു. പിന്നെയോ ഐ വുഡ് സീ പൈൽസ് ഓഫ് വേസ്റ്റഡ് ഫുഡ് അറ്റ് എ ഫ്രണ്ട്സ് പാർട്ടി ആൻഡ് വെൻ ഐ ലെഫ്റ്റ് I would notice a woman sitting on the side of the road, portioning out all too meager amounts of dal and rice for her family. അപ്പോൾ ഞാൻ എൻ്റെ എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള കാറിൻ്റെ വിൻഡോയിലൂടെ ഞാൻ കണ്ടത് എന്തായിരുന്നു? കുട്ടികൾ സ്ട്രീറ്റിൽ എന്ത് ചെയ്യുന്നു? ബെഗ് ചെയ്യുന്നു. ദെൻ പിന്നെയോ നെക്സ്റ്റ് I would watch through the window of my air-conditioned car as children would beg in the street. I would see piles of wasted food at a friend's party. പിന്നെ ഞാൻ കണ്ടു എൻ്റെ ഒരു പാർട്ടിക്ക് പോയപ്പോൾ ആ പാർട്ടിയിൽ വേസ്റ്റഡ് ഫുഡ്, ഒരു പൈൽസ്, അതായത് കൂന പോലെ കൂട്ടിയിട്ട് ഭക്ഷണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വേസ്റ്റഡ് ഫുഡ്സ് കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇന്നത്തെ പരിപാടികളിലൊക്കെ എന്ന് പറയുമ്പോൾ ആവശ്യത്തിലും കൂടുതൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കും, എന്നിട്ട് ആവശ്യമില്ലാത്ത നമ്മൾ കൊണ്ടുപോയിട്ട് കുപ്പയിലേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, ദെൻ ഐ വുഡ് നോട്ടീസ് എ വുമൺ, അങ്ങനെ കൊണ്ടുപോയി എറിഞ്ഞിട്ടുള്ള കുപ്പയിൽ നിന്ന് അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റിൽ നിന്ന് ഐ വുഡ് നോട്ടീസ് എ വുമൺ, ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു? സിറ്റിംഗ് ഓൺ ദ സൈഡ് ഓഫ് ദ റോഡിൻ്റെ സൈഡിലിരുന്നിട്ട് പോർഷനിങ് ഔട്ട് ഓൾ ടു മീഗർ അമൗണ്ട്സ് ഓഫ് ഡാൽ ആൻഡ് റൈസ് ഫോർ ഹെർ ഫാമിലി. അതിൽ നിന്ന് അവളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ് അവൾ ശേഖരിക്കുന്നത് ഞാൻ കണ്ടു. ഐ സ്റ്റാർട്ടഡ് ടു സീ ദ സ്ലംസ് ഓഫ് മുംബൈ ആസ് ദ ഫാബ്രിക് ഓഫ് ദ സിറ്റി. സഡൻലി ദേ അപ്പിയർഡ് ടു ബി എവരിവെയർ. അങ്ങനെ ഞാൻ ഇവരെ കാണാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഐ സ്റ്റാർട്ടഡ് ടു സീ, ഞാൻ കാണാൻ ദ സ്ലംസ് ഓഫ് മുംബൈയിലെ തെരുവ് ഓരങ്ങൾ ഞാൻ കാണാൻ തുടങ്ങിയത് അതിനുശേഷമാണ്. ആസ് ദ ഫാബ്രിക് ഓഫ് ദ സിറ്റി പട്ടണം, മുംബൈ പട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാബ്രിക്കാണ്, അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ അവിടുത്തെ സ്ലം ഏരിയകളിൽ അല്ലെങ്കിൽ തെരുവുകൾ എന്ന് പറയുന്നത് അത്രയും ശോചനീയമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും മോശപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് ടു സീ. ഐ ബിഗാൻ ടു നോട്ടീസ് ദ
disparity that excited in the different people's lives. I began to notice, അങ്ങനെ ഞാൻ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി, the disparity that's excited in different people's lives. ഓരോ ആളുകളും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കണ്ട് ഞാൻ എക്സൈറ്റഡ് ആയി, അല്ലെങ്കിൽ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായത് ഈ സമ്മർ വെക്കേഷനിൽ ഇന്ത്യയിലെ തെരുവോരങ്ങളിലൂടെ നടക്കാൻ മീൻസ് യാത്ര ചെയ്യാനൊരു അവസരം കിട്ടിയപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത് എന്ന് ഷെഹീൻ മിസ്ട്രി പറയുന്നു. ഓക്കെ, ഞാൻ ഇതുവരെ ഇതിൽ എടുത്ത ഭാഗം വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് ആക്കുക. ആൻഡ് ഇതുവരെ വിട്ടു തരാത്ത നോട്ട്സ് വിട്ടു തരിക. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.